my channel. Now, I am my designation official food dinner t-shirt. If you have t-shirt interest in my designation official site, link in the description box. Now, this recipe is a simple cauliflower capsicum stir fry, fried rice, chapathi, roti items in the very simple recipe. Now, we will video. So, like, share, and subscribe. This is a repeated support the channel grow. So, you support video. നമ്മുടെ cauliflower stir fry ക്കുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ്ഡ് cauliflower ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇട്ട് വെച്ചിട്ട് തിളച്ച വെള്ളത്തേക്ക് ഒരു 20 മിനിറ്റ് നമ്മുടെ cauliflower ഇട്ട് വെക്കുക. അപ്പോൾ അതിൽ എന്തെങ്കിലും പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊങ്ങി വരും. ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 4 അല്ലി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഒരു മീഡിയം സൈസ്ഡ് സവാള, പിന്നെ 3 പച്ചമുളക് നടുകീറി വെച്ചത്, ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി, അപ്പോൾ അര ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചത്, പിന്നെ ഒരു മീഡിയം സൈസ്ഡ് തക്കാളി മുറിച്ച് വെച്ചത്, ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ചത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മളുടെ cauliflower stir fry ആയിട്ട് വേണ്ടത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഇത് ബേസിക്കലി ഒരു ഗ്രേവി ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല. അപ്പോൾ ഈ cauliflower നമുക്കിനി ഊറ്റി വെക്കണം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളം താഴാൻ വേണ്ടിയിട്ട്. സോ അത് നമുക്ക് ഊറ്റി വെക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ cauliflower ഊറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ cauliflower ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ എന്നാലാണ് ആ cauliflowerന് നല്ല മൊരിഞ്ഞ ടേസ്റ്റ് വരുള്ളൂ നമ്മുടെ സ്റ്റിർ ഫ്രൈയിൽ. അപ്പോൾ ആദ്യം ഞാൻ ആ cauliflower ഇട്ട പാത്രം തന്നെയാണ് ഇവിടെ എടുത്തിരിക്കണേ. ആ പാത്രത്തിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ cauliflower ഒന്ന് ചെറുതായിട്ട് മൊരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പാത്രം നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതേ പാത്രത്തിൽ തന്നെ നമ്മൾ കറി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ആ വറുത്ത വെളിച്ചെണ്ണയും ഒക്കെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല ചെയ്യണേ. ലൈറ്റായിട്ടൊരു ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് കോട്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഇറങ്ങിച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ cauliflower ഇതേ ഇവിടെ ചെറിയതായിട്ട് എല്ലാ സൈഡിലും കുറച്ച് ശേഷം ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട്. ഇത്തിരി മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി മൊരിയട്ടെ. ഒരുപാട് മൊരിയണ്ട, ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് കോട്ടായാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മുടെ സ്റ്റിർ ഫ്രൈക്കുള്ള ഗ്രേവി, തിക്ക് ഗ്രേവി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ അത് ആ ഐഡിയ കണ്ടുപിടിച്ച് തന്നത് എൻ്റെ അച്ഛൻ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാറ്. cauliflower ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നും കൂടുതൽ മൊരിക്കാൻ നിന്നാൽ ചിലപ്പോൾ ഇത്തിരി കരിയോ, അപ്പോൾ കരിഞ്ഞ ടേസ്റ്റ് വരരുത് നമുക്കിതിൽ. അപ്പം ഞാനിത് പാത്രത്തേക്ക് മാറ്റുകയാണേ. ഈ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം, പച്ചമുളക് ഇടാം. മുളകും ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് സവാള ഇടുകയാണ്.
സവാള ഒരുപാട് വഴണ്ട് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഒരു ചെറിയതായിട്ടൊരു ക്രിസ്പിനെസ് വേണം അത് കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെളിച്ചെണ്ണ കുറച്ച് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കാരണം സവാള ഇടുമ്പോൾ എന്തായാലും അത് വെളിച്ചെണ്ണ കുടിക്കും. ഇതൊന്ന് പെട്ടെന്ന് വാടി വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് തന്നെ ഇടാം. എന്നിട്ട് കുറച്ചിട്ടാൽ മതി. കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സവാളയുടെ പാകം ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തക്കാളി ഇടുകയാണ്. തക്കാളി ക്യാപ്സിക്കം ഒരുമിച്ചിടാം. അപ്പോൾ നമ്മുടെ കറി നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. പച്ചയും ചുവപ്പും ഒക്കെ ആയിട്ട് ഇതൊന്നിരുന്ന് വാടട്ടെ. വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികളിടാം. ബേസിക്കലി ഞാനിവിടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. പെരിഞ്ജീരകം നമുക്ക് കിട്ടും. അത് വേവിച്ച് പൊടിച്ചിട്ട് കറികളിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ അത് പിന്നെ ഗരം മസാല, സാധാരണ മുളക് പൊടി, ഒരിത്തിരി മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. ഇതിൽ മഞ്ഞൾപ്പൊടി ഒരുപാട് ഇടില്ല. കാരണം ഒരു ഇത്തിരി ഇതിൻ്റെ കളർ ഒരുപാട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഈ തക്കാളി ക്യാപ്സിക്കം ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടട്ടെ കേട്ടോ. നമ്മുടെ തക്കാളി ക്യാപ്സിക്കം മിക്സ് ഇപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട്. തക്കാളി അത്യാവശ്യം നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് പെരുംജീരകപ്പൊടി ചേർക്കുകയാണ്. അപ്പോൾ പെരുംജീരകപ്പൊടി ഒരു പിഞ്ച് ചേർത്താൽ മതി. അതേപോലെ മഞ്ഞൾപ്പൊടി അത് അത്ര തന്നെ ചേർത്താൽ മതി. മുളക് പൊടി ഞാനിവിടെ ഓൾറെഡി 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 സ്പൂൺ മാത്രം, 1.5 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ, പിന്നെ നമ്മുടെ സ്പെഷ്യൽ പെരുംജീരകം പൊടിച്ചത് അതൊരു പിഞ്ച്. കൂടി നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ പച്ചമണം പോട്ടെ. പച്ചമണം പോകുമ്പോൾ നമ്മുടെ കോളിഫ്ലവർ അതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ കോളിഫ്ലവർ മൊരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞാൽ മതി, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഈ കോളിഫ്ലവർ മൊരിച്ചത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഈ മസാലയും ഈ കോളിഫ്ലവറും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആവണം, ഒന്ന് സിങ്ക് ആവണം. അത് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ചെറിയൊരു ചൂടിൽ കിടന്നാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ മീഡിയത്തിൽ ആണ് ഓൾറെഡി നമ്മുടെ തീയുള്ളത്. ഒന്ന് സിമ്മാക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഗ്രേവി ഒന്നും കിടന്ന് പിടിക്കാൻ പാടില്ല പാത്രത്തിൽ. അപ്പോൾ സിമ്മാക്കുക കേട്ടോ. നമ്മുടെ കോളിഫ്ലവർ സ്റ്റിർ ഫ്രൈ അപ്പോൾ അതേ നമ്മുടെ കോളിഫ്ലവർ സ്റ്റിർ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എളുപ്പമല്ലേ, നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഈ കോളിഫ്ലവർ മേടിക്കുന്ന ദിവസം എന്തായാലും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ അതേ നമ്മുടെ കോളിഫ്ലവർ സ്റ്റിർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറിയപ്പോൾ ചെറുതായിട്ടൊന്ന് പാത്രത്തിലിരുന്ന് ഒന്ന് ചൂടാറിയപ്പോൾ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാട്ടോ, നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എപ്പോഴും പറയണ പോലെ സബ്സ്ക്രൈബ് ചെയ്യണം.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ചിലർ പറഞ്ഞു വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല